എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇവിടെ 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. അപ്പം മഴ ഒഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞാൻ വിചാരിച്ചു എന്നാൽ ശരി പെട്ടെന്ന് തന്നെ ഇൻഡോർ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് അറിയാമോ? നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സുലഭമായി കിട്ടുന്ന നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില എങ്ങനെയാണ് കുറച്ചധികം നാൾ സൂക്ഷിക്കുക എന്നുള്ള കാര്യം ആണ് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാണ് വീഡിയോ നോക്കിയിട്ട് വരാം. ഓക്കെ, നമ്മുടെ കറിവേപ്പില അടിപൊളിയായിട്ടുള്ള ഫ്രഷ് കറിവേപ്പില എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേച്ചി കറിവേപ്പില എങ്ങനെയാണ് ഒരുപാട് ദിവസം ഫ്രഷായി സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതുപോലൊക്കെ ഒരുപാട് കറിവേപ്പില കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുപ്പികൾ വേണം. ഞാൻ ഇടയുന്ന കുപ്പിയിലാണ് കറിവേപ്പിലയൊക്കെ എപ്പോഴും സൂക്ഷിച്ച് വെക്കാറ്. അപ്പോൾ അതിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ വെക്കാൻ പറ്റും. ഉടയുന്ന കുപ്പി ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലായാലും മതി, പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലായാലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അതും അല്ലെങ്കിൽ സിപ്പ് ലോക്ക് കവറില്ലേ അതിലും നമുക്ക് വെക്കാം. തണ്ടോട് കൂടി തന്നെ നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാം. അതല്ലെങ്കിൽ തണ്ടിൽ നിന്ന് ഇത് കറിവേപ്പില ഉരിച്ചതിന് ശേഷം അതിൽ സൂക്ഷിച്ചെടുത്ത് വെക്കാം. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സൗകര്യം പോലെ. ഇപ്പോൾ ഇത് ഒരുപാട് കറിവേപ്പിലയ്ക്ക് ഉള്ള സമയത്ത് തണ്ടിൽ നിന്ന് ഉരിച്ചിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം തണ്ടോട് കൂടി വെക്കുമ്പോൾ ഒരുപാട് സ്പേസ് നമുക്ക് വേണം കറിവേപ്പില സൂക്ഷിക്കാൻ. അപ്പോൾ ഇതിൽ നിന്ന് ഉരിച്ച് ഇട്ടാൽ മതി. പിന്നെ എപ്പോഴും നന്നായി കഴുകി വൃത്തിയാക്കിച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് തുടച്ച് കളഞ്ഞതിന് ശേഷം മാത്രം എടുത്ത് വെക്കുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില പെട്ടെന്ന് തന്നെ കറിവേപ്പിലയുടെ ഇലയൊക്കെ ചീഞ്ഞ് പോകുന്നതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വെള്ളം നന്നായി തുടച്ചതിന് ശേഷമാണ് ഞാൻ ഒരു കുപ്പിയിൽ ഇട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മാസമൊക്കെ നമുക്ക് സുഖമായിട്ട് ഓടും. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ വന്നപ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില നമുക്ക് കിട്ടി. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും ഒരു പാക്കറ്റ് 2 പാക്കറ്റ് വാങ്ങിക്കും. അത് 2-3 ദിവസം കൊണ്ട് എനിക്ക് കഴിയും. പിന്നെ വീണ്ടും വാങ്ങിക്കും. അപ്പോൾ എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യം എനിക്ക് വരാറില്ല. അപ്പോൾ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലേ ഇത്രയും കറിവേപ്പില അവൈലബിൾ ആവുക. അപ്പോൾ ഇത്രയും ഫ്രഷ് കറിവേപ്പില കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഞാനത് കാണിച്ചു തരാതിരിക്കാൻ പറ്റുക? ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായി തുടച്ചതിന് ശേഷം നമുക്ക് കുപ്പിയിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന ഒരാഴ്ചയായിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, ഫ്രഷ്നെസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കണ്ടല്ലേ ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല അതിന്. ഇത് ഉടയുന്ന കുപ്പിയാണ്. ഇപ്പം എല്ലാവരുടെ കയ്യിൽ ഉടയുന്ന കുപ്പി കിട്ടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇത് ഫ്രിഡ്ജിൽ തന്നെ ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് കറിവേപ്പില ഉള്ള കാരണം ഞാനൊരു വലിയ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആണ് ഇട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇവിടെ ചേച്ചി ഇതുപോലത്തെ കണ്ടെയ്നറിലും ഇട്ട് വെക്കാറുണ്ട്. ഇവർക്കൊന്നും ഒരു കുഴപ്പം വരാറില്ല. കണ്ട ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിലത്തെ വെള്ളം ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം ഈ വലിയ ഡപ്പിലേക്ക് ഇട്ട് വെക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഇത് വലിയ പാത്രം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ മൊത്തത്തിൽ തന്നെയാണ് ഇടുന്നത്. തിക്കി ഇടാൻ പാടില്ല. ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശ്വാസം മുട്ടിയിട്ട് അതിന് കേടായി പോവും. താഴത്തെ ഭാഗങ്ങളൊക്കെ ഒരുപാട് അങ്ങ് ഇതായി പോവും. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. ബാക്കി നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാലമല്ല ഒരുപാട് ദിവസങ്ങൾ, ഒരു മാസം ഒക്കെ സുഖമായിട്ട് നല്ല കറിവേപ്പില ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ടൈറ്റായിട്ട് അടച്ചു വെക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതും നമ്മുടെ പറമ്പിലെ പണിയിലത്തെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നാണ് അച്ഛൻ. ഇതിലൊന്നും വിഷം അടിച്ചിട്ടില്ല. സമാധാനമായിട്ട് നമുക്കിതൊക്കെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് നന്നായി കഴുകി മഞ്ഞൾ വെള്ളത്തിലൊക്കെ കഴുകിയാൽ മാത്രമേ കുറച്ചെങ്കിലും നമുക്ക് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഉപ്പ് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം മുക്കി വെക്കുക. അതിന് ശേഷം നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. സാധാരണ രീതിയിലാണ്. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് വെറുതെ ഞാൻ കഴുകിയെടുത്തിട്ടുള്ളൂ. കാരണം നമുക്കറിയാം ഉറപ്പുള്ളതാണ് ഇതിൽ വിഷമൊന്നും അടിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ. കണ്ടോ? അപ്പം ഇങ്ങനെ തിക്കാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈറ്റ് ആക്കാണ്ട് ലൂസാക്കിയിടുന്നതാണ് അതിൻ്റെ മീനിങ്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിൽ ചെറിയ കണ്ടെയ്നർ ഉള്ളൂ എങ്കിൽ നമുക്ക് ഓരോ തണ്ട് എടുത്തതിന് ശേഷം ഇതുപോലെ ഉരിച്ചിട്ട് നമുക്കിതിലിട്ട് കൊടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇത്രേ ആയിട്ടുള്ളൂ. ബാക്കി ഞാൻ ഇതിൽ കുറച്ചും കൂടെ ഞാൻ നിറച്ച് വെക്കാൻ പോവുകയാണ്. നാട്ടിലത്തെ ഓട്ടോറിക്ഷയിലെ കുട്ടികളെ കുത്തി നിറയ്ക്കുന്ന പോലെ നമ്മുടെ കറിവേപ്പിലേനെ കുത്തി നിറയ്ക്കരുത് കേട്ടോ. അവർക്ക് ശ്വാസമൊക്കെ കിട്ടണം. എന്നാൽ മാത്രമേ ഫ്രഷ്നെസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. നാട്ടിലെ ഓട്ടോറിക്ഷകളൊക്കെ കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നും. കുട്ടികളൊക്കെ ഇങ്ങനെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ശരിക്കും പ്രാക്ക് തോന്നും. എന്താ ചെയ്യുക? ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റമൊക്കെ എന്താണ് അവ മാറാൻ പോകുന്നത്. കുപ്പിയിൽ ഇത്ര ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അടച്ച് വെക്കാൻ പോകുന്നത്. ടൈറ്റായിട്ട് അടച്ച് വെക്കുക. അതിനുശേഷം ഇത് കറക്റ്റ് 1 മാസം കഴിയുമ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് എടുത്ത് വെക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഫ്രീസറിൽ എടുത്ത് വെക്കാൻ പാടില്ല. വേപ്പില 1 മാസം കഴിഞ്ഞിട്ടുള്ള ഈ സംഭവമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് ഇട്ടിരുന്നില്ല. അതിന് ശേഷം 1 മാസം ഫ്രിഡ്ജിൽ വെച്ചുള്ള കറിവേപ്പിലയാണിത്. കണ്ടില്ലേ ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ? ഇതുപോലെ നമ്മൾ അടച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി വേറെ ഞാൻ 2 ബോക്സിൽ ഇതുപോലെ
എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പഴനിന്ന് അച്ഛൻ ബൾക്കായിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഒരുപാട് ദിവസം നമുക്ക് സൂക്ഷിക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഇതുപോലത്തെ ബോക്സിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ ചെറിയൊരു കുപ്പിയിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ കുപ്പിയാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞില്ലേ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതിൻ്റെ എന്നോട് പറയാൻ മറക്കരുത്. 1 മാസം 2 മാസം വരെയൊക്കെ നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഞങ്ങളിവിടെ ജാൻ്റെ വീട്ടിൽ വന്നിരിക്കുക. അപ്പോൾ വന്നപ്പോൾ നല്ല മഴ. ഞങ്ങൾ പാഷൻ ഫ്രൂട്ട് കണ്ട ജാൻ്റെ വീട്ടിൽ അച്ഛൻ പാഷൻ ഫ്രൂട്ട് പടർത്തിരിക്കുന്നതാണ് കാണുന്നത്. മഴ പഴുത്തിട്ടില്ലല്ലോ ഞാൻ. ഇതൊരുമാതിരി വള്ളിക്കുടിൽ പോലെയാ. ഉള്ളിലേക്ക് മഴ പെയ്ത് പാഷൻ ഫ്രൂട്ടിന്റെ മേലെ കൂടെ തന്നെ വീണുകൊണ്ടിരിക്കുന്നു. പഴുക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിക്കാറ് ഒക്കെ മഴയൊക്കെ പൂമ്പി. പിന്നെ പൂ ഭയങ്കര ഭംഗിയൊക്കെ കാണാൻ. നമ്മുടെ മല്ലിക ചേച്ചി വരുന്നുണ്ട് ഓട്ടോറിക്ഷയിൽ. ഇതാണ് നമ്മുടെ വീട്ടിലെ ജാന്റെ വീട്ടിലെ മല്ലിക ചേച്ചി. മഴ കൊട വേണോ? വീഡിയോ അതെ. എനിക്ക് വേഗം വാദത്ത് താഴത്ത് നിക്കണേ. ഒരു ഹായ് പറഞ്ഞല്ലോ അവരോട്. കയറിക്കോട്ടെ.